മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 22/5/1998 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഉത്രട്ടാതിയാണ് നക്ഷത്രം, ഉത്രട്ടാതി 4-ാം പാദം, മിഥുന ലഗ്നം, ലഗ്നത്തിൽ ഗുളികൻ, 2 ശൂന്യം, 3 രാഹു, 4, 5, 6, 7, 8 ഭാവങ്ങൾ ശൂന്യം, 9 ഭാഗ്യസ്ഥാനത്ത് ഗുരു, കേതു, 10 ചന്ദ്രൻ, ശുക്രൻ, 11 ബുധൻ, ശനി, 12 സൂര്യൻ, കുജൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാളസർപ്പയോഗം കാണാൻ സാധിക്കും. എന്താണ് കാളസർപ്പയോഗം? പ്രബല ഗ്രഹങ്ങളെല്ലാം തന്നെ രാഹു കേതുക്കൾക്കുള്ളിലായി വരുന്ന അവസ്ഥ, അതാണ് കാളസർപ്പയോഗം. കാളസർപ്പയോഗം തന്നെ ഒരുപാട് രീതിയിലുണ്ട്. അനന്തകാളസർപ്പയോഗം, കാർക്കോടക കാളസർപ്പയോഗം പോലെ ഒരുപാട് രീതിയിലുണ്ട്. ഇത് ഏത് രീതിയിൽ വന്നാൽ തന്നെ അതിൻ്റെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഉയർച്ച, നേട്ടം, മെച്ചം, ലാഭം, ഗുണം കിട്ടേണ്ടുന്ന കാര്യങ്ങൾക്ക് കാലതാമസം വരിക, അതല്ലെങ്കിൽ തടസ്സങ്ങൾ വരിക. ഇത് രണ്ടുമാണ് ഇതിലെ പ്രധാന കാര്യമെന്ന്, അല്ലെങ്കിൽ എടുത്തു പറയേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഗ്രഹനിലയുടെ ഒരു ന്യൂനതയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ലഗ്നത്തിൽ മിഥുന ലഗ്നം, ലഗ്നത്തിൽ ഗുളികൻ, രോഗിയായ രാജാവ് എന്നൊരു തിയറി ആസ്ട്രോളജി തന്നെ പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഗുളികൻ നിൽക്കുന്ന ഇടത്തേക്ക് നീചനായി നിൽക്കുന്ന ശനിയുടെ 3-ാം ദൃഷ്ടി വരുന്നത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഇദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്ന, ഉദ്ദേശം വയ്ക്കുന്ന കാര്യങ്ങൾക്ക് തർക്കം, തടസ്സം, താമസം, ഇത് 3-ഉം അതല്ലെങ്കിൽ അതിൽ 2-ഓ അതിലൊന്നോ നിർബന്ധമായും വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതിനൊരു പ്രധാന കാരണം മറ്റൊന്നുകൂടിയുണ്ട്. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നീചനായ ശനിയോടൊത്താണ് നിൽക്കുന്നത്. അപ്പോൾ പ്രസ്തുത ശനി ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയും ലഗ്നാധിപൻ അതേ ശനിയോടൊത്ത് നിൽക്കുകയും ചെയ്യുന്നു. ലഗ്നത്തിൽ ഗുളികൻ ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഗുളിക ഭവനാധിപനായ ബുധൻ്റെ ക്ഷേത്രത്തിൽ ഗുളികൻ ഇരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഈ 3 കാരണങ്ങൾ, കാളസർപ്പയോഗം 1, ലഗ്നത്തിലെ ഗുളികൻ 2, ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നീചനായ ശനിയോടൊത്ത് നിൽക്കുന്നു 3, പ്രത്യേകിച്ചും പ്രസ്തുത ശനി ലഗ്നത്തിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു. ഈ 4 കാരണങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം, അതല്ലെങ്കിൽ കാലതാമസം. അദ്ദേഹം തന്നെ പറഞ്ഞത്, അവസരങ്ങൾ ഉണ്ടായിട്ടും നേട്ടം, മെച്ചമുണ്ടാക്കാൻ കഴിയുന്നില്ല പല കാരണങ്ങൾ കൊണ്ടും. അതിന് ഇവിടെ മറ്റൊരു റീസൺ കൂടുണ്ട്. 1, 2, 3, 4, 5, 6. 6-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം, ലഗ്നാൽ 6 രോഗസ്ഥാനം, ശത്രുസ്ഥാനം. 6-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ 12-ൽ നഷ്ടസ്ഥാനത്ത് അഥവാ വ്യയസ്ഥാനത്ത് സൂര്യനോടൊത്ത് ഗുളികൻ്റെ 12-ാമത്തെ ദൃഷ്ടിയിൽ നിൽക്കുന്നു. ഇത്തരക്കാർ പൊതുവേ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കൊടുത്ത് തന്നെ പോകണം. ഉപരി ലഗ്നത്തിൽ ശനി നിന്നാലോ അതല്ലെങ്കിൽ ലഗ്നത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി വന്നാലോ അത്തരക്കാർക്ക് എല്ല് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾക്ക് സാധ്യത പൊതുവേ വളരെ കൂടുതലാണ്. വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന, പ്രത്യേകിച്ചും ഈ 2 കാരണങ്ങൾ, ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുന്നത് തന്നെ രോഗി അല്ലെങ്കിൽ രോഗം, അസുഖം, എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഗുളികൻ അവിടെ കൊണ്ടുവയ്ക്കും. അവിടേക്ക് ശനിയുടെ ദൃഷ്ടി കൂടാകുമ്പോൾ അതിനെ കൂട്ടും. 6-ാം ഭാവാധിപൻ 12-ൽ നിൽക്കുന്നു ഗുളികൻ്റെ ദൃഷ്ടിയിൽ. അപ്പോൾ അതിന് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ വൈദ്യസഹായം കൃത്യമായ സമയത്ത് തേടേണ്ടുന്ന രീതിയിൽ തേടുക. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് തന്നെ വേണം ഇത്തരക്കാർ മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂനതകളാണെങ്കിൽ, ഇനി അതിൻ്റെ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, സാധ്യതകളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ നല്ല വശത്തെക്കുറിച്ച് പറഞ്ഞാൽ, ലഗ്നാൽ 9-ൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു. കേതുവുണ്ട്, രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്. എന്നിരുന്നാൽ തന്നെയും ലഗ്നാൽ 9-ൽ നിൽക്കുന്ന വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും 5-ലേക്കും 7-ലേക്കും 9-ലേക്കും ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ലഗ്നാൽ 9-ലെ വ്യാഴത്തിൻ്റെ 5-ാം ദൃഷ്ടി വരുന്നത് ലഗ്നത്തിലേക്കാണ്. അത് ഗുണം തന്നെയാണ് 2 തരത്തിൽ. ഒന്ന്, വ്യക്തിക്ക് ആ രീതിയിലുള്ള നേട്ടം, ഗുണം, മെച്ചം, ലാഭം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ
അംഗീകാരം കിട്ടാൻ, പ്രശസ്തി കിട്ടാൻ പോലെയുള്ള കാര്യങ്ങൾക്ക് നല്ലതാണ്. 1. 2. ലഗ്നത്തിൽ നിൽക്കുന്ന ഗുളികൻ്റെ ശേഷി അല്ലെങ്കിൽ ശക്തിയെ കുറയ്ക്കുന്നതിന് വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് സാധിക്കും. ഗുളികൻ്റെ ശക്തിയെ കുറയ്ക്കാൻ തക്ക ശേഷിയുള്ള ഒരേ ഒരു ഗ്രഹം ഏതൊരു ഗ്രഹനിലയിലും വ്യാഴം മാത്രമാണ്. വ്യാഴത്തിന് മാത്രമാണ് അതിനുള്ള അധികാരം ഉള്ളത്. അപ്പോൾ ലഗ്നത്തിലേക്ക് വരുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി നല്ലതാണ്, ഗുളികൻ്റെ ശക്തിയെ കുറയ്ക്കുന്നതിന് സഹായിക്കും. എന്നിരുന്നാൽ തന്നെ ഗുളികനുമായി ബന്ധപ്പെട്ട് നേരിട്ട് പരിഹാരങ്ങൾ ചെയ്ത് തന്നെ വേണം ഇത്തരക്കാർ മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 10 ശുക്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്നു. എങ്ങനെയുള്ള ശുക്രൻ? വർഗോത്തമം ചെയ്ത ശുക്രൻ എന്ന് വച്ചാൽ നവാംശത്തിലും ശുക്രൻ്റെ സ്ഥാനം മീനത്തിൽ തന്നെ എന്നർത്ഥം. നല്ലതാണ്, അങ്ങേയറ്റം വളരെ നല്ലതാണ് എന്ന് വച്ചാൽ ഇവിടെ ശുക്രൻ നിൽക്കുന്നത് രാഹുവിൻ്റെയോ ശനിയുടെയോ ഗുളികൻ്റെയോ ഒന്നും ബന്ധത്തിലല്ല, സൂര്യൻ്റെയോ ഒന്നും ബന്ധത്തിലല്ല, ചന്ദ്രനുമായിട്ടാണ്. ചന്ദ്രന് ശുക്രനോട് ശത്രുതയില്ലെങ്കിലും ശുക്രന് ചന്ദ്രനോട് ശത്രുതയുണ്ട്. അതൊരു ചെറിയ നെഗറ്റീവായി മാത്രം എടുത്താൽ മതി. അല്ലാതെ പ്രബലരായിട്ടുള്ള ശത്രുക്കൾ, ശനിയുടെ ദൃഷ്ടി അല്ലെങ്കിൽ ശനിയുടെ സാമീപ്യം, ഗുളികൻ്റെ ദൃഷ്ടി അല്ലെങ്കിൽ ഗുളികൻ്റെ സാമീപ്യം, രാഹുവിൻ്റെ സാന്നിധ്യം പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ശുക്രനില്ല. പ്രത്യേകിച്ചും ആ സ്ഥാനമാണ് ഏറ്റവും പ്രധാനം. ലഗ്നാൽ 10 തൊഴിൽ സ്ഥാനം, 10ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത്. ഈ 2 പൊസിഷൻസ് ഇദ്ദേഹത്തിന് അങ്ങേയറ്റം നല്ലതാണ്. അതിൽ കേതു ഉള്ളത് കൊണ്ടും രാഹുവിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ടും വ്യാഴത്തെ കൊണ്ടുള്ള ഗുണത്തിൻ്റെ ചെറിയ കാലതാമസം, ചെറിയ ഒരു നെഗറ്റീവ് ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും അതൊക്കെ സൂക്ഷ്മമായി എടുത്താൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാൽ തന്നെയും ലഗ്നാൽ 10 ശുക്രൻ ഒരിക്കലും വെറുതെ ആവില്ല. പ്രത്യേകിച്ചും ശുക്രദശ നടക്കുകയും ചെയ്യുന്നു. ഉപരി ശുക്രദശ ഇത് മാളവ്യ യോഗമാണ്, പ്യുവർലി മാളവ്യ യോഗം തന്നെയാണ്. അപ്പോൾ ഏതൊരു മഹായോഗമാണെങ്കിൽ പോലും അതിൻ്റെ സ്വാപഹാരം അത്ര നല്ലതല്ല. ഇദ്ദേഹത്തിന് സ്വാപഹാര പീരീഡാണ് ഇപ്പം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2027 മെയ് 23 വരെ ശുക്രൻ, അതിനുശേഷം വരുന്ന സൂര്യൻ്റെ അപഹാരം. ശുക്രൻ സൂര്യൻ ശത്രുതയുണ്ട്. അതുകൂടെ കഴിയുന്ന മുറയ്ക്ക് ഗ്രാജ്വലി ശുക്രൻ അതിൻ്റെ ജോലികൾ കൃത്യമായി തുടങ്ങുകയും അദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ, ഗുണം, മെച്ചം, അതുപോലെ തന്നെ 10ാം ഭാവാധിപൻ വ്യാഴമാണ്, ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. പ്രശസ്തി, അംഗീകാരം, അതല്ലെങ്കിൽ ബിസിനസ് പോലെയുള്ള കാര്യങ്ങളിൽ അതിഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ അതീവ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പക്ഷേ ലഗ്നത്തിൽ ഗുളികൻ ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടി ഉള്ളതുകൊണ്ടും സൂര്യൻ്റെ സ്ഥാനം 12-ലായതുകൊണ്ടും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുത്ത് ചെയ്യുക. ലഗ്നത്തിലെ ഗുളികനും ശനിയും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഇന്ന് നടക്കേണ്ടുന്ന കാര്യം ഒരു 4 ദിവസം ഡിലേ ആക്കും, താമസിപ്പിക്കും, വൈകും. അതിൽ നെഗറ്റീവ് ആകാതിരിക്കുക. വൈകുന്നുവെങ്കിൽ അതിൽ ഒരു പോസിറ്റിവിറ്റി കാണുക, ശേഷം ആ കാര്യം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് കൃത്യമായി തന്നെ നടക്കുകയും അതുകൊണ്ട് നേട്ടം, ഗുണം ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ഈ ഗ്രഹനിലയുടെ പാറ്റേൺ. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് വളരെയധികം ശ്രദ്ധിക്കുക. വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തന്നെയാണ് ഇവിടെ. ഈ 6ാം ഭാവാധിപൻ പ്രത്യേകിച്ചും ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. 6, 8 ഭാവങ്ങളുടെ അധിപനായിട്ട് അല്ലെങ്കിൽ 6, 8 തുടങ്ങിയ ഭാവങ്ങളിൽ കുജൻ നിന്ന് കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കുക. അസുഖങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ, പ്രത്യേകിച്ചും ഗുളികൻ ലഗ്നത്തിലും കൂടെ നിന്ന് കഴിഞ്ഞാൽ, അവിടേക്ക് ശനി കൂടെ ദൃഷ്ടിയും ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസ്, ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കൃത്യമായി തന്നെ ചെയ്യുക. എന്തെങ്കിലും അസുഖങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വൈദ്യസഹായം കൃത്യമായ സമയത്ത് തേടേണ്ടുന്ന രീതിയിൽ തന്നെ തേടാനും ഇത്തരക്കാർ ശ്രമിക്കുക. ഉപരി ഒരു കാര്യം കൂടുതൽ പറയാനുണ്ട്. 1, 12-ൽ സൂര്യൻ കുജൻ നിൽക്കുന്നു, ഗുളികൻ്റെ ദൃഷ്ടി അവിടേക്ക് വരുന്നു. അതുപോലെ തന്നെ ലഗ്നാൽ 2-ലേക്ക് ഗുളികൻ്റെ 2ാം ദൃഷ്ടി വരുന്നുണ്ട്, രാഹുവിൻ്റെ 12ാം ദൃഷ്ടിയും വരുന്നുണ്ട്. ഇതിന് ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കിട്ടേണ്ടതിനെ ബ്ലോക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ചെലവിനെ കൂട്ടുകയും ചെയ്യും. അതും ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. കിട്ടേണ്ടതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ചെലവിനെ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. എന്നാലേ അത് ബാലൻസ് ചെയ്ത് പോവുകയുള്ളൂ. കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്യുന്നവർക്ക് അതിൻ്റെ പേഴ്സൻറ്റേജിൽ നെഗറ്റീവ്സിൻ്റെ പേഴ്സൻറ്റേജിൽ കുറവ് വരികയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ ശതമാനക്കണക്ക് കൂടുകയും ചെയ്യും. കൃത്യമായ പരിഹാരങ്ങൾ എടുത്ത് തന്നെ വേണം ഇത്തരക്കാർ മുന്നോട്ട് പോകാനായിട്ട്. ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ, കടം കൊടുക്കുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ഉത്രട്ടാതി ആണ് നക്ഷത്രം, ശനിയാണ് നക്ഷത്രാധിപൻ. 2000 വരെ ശനി, ബുധൻ 2017 വരെ, 7 കൊല്ലം കേതു, ശേഷം 2024 വരെ, 20 കൊല്ലം ശുക്രൻ 2044 വരെ, ശേഷം 6 കൊല്ലം സൂര്യൻ, 10 കൊല്ലം ചന്ദ്രൻ, ശേഷം ചൊവ്വ, രാഹു, ഗുരു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ
ശുക്രനാണ് ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത്. 22/1/2024 തൊട്ട് 23/5/2027 വരെയുള്ള കാലം ശുക്രൻ നേരത്തെ പറഞ്ഞു സ്വാപഹാരമാണ്. ശ്രദ്ധിക്കുക, എല്ലാ കാര്യങ്ങൾക്കും ഒരു താമസം, മങ്ങി നിൽക്കുന്ന ഒരവസ്ഥ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പക്ഷേ അതിൽ ഭയപ്പെടാനില്ല. കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ എടുക്കുക, വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നേട്ടങ്ങൾ, ഗുണങ്ങൾ, മെച്ചങ്ങൾ ഉണ്ടാക്കാൻ വളരെ സാധ്യത കൂടിയ ഒരു ഗ്രഹനിലയിൽ തന്നെയാണ് ഇതിൻ്റെ പാറ്റേൺ കിടക്കുന്നത്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.